നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്ക് നേരെയുള്ള സമരമുറ മാറ്റിപ്പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് SFI. സത്യത്തിൽ ആരിഫ് ഖാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കുട്ടി സഖാക്കൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ തുടങ്ങിയ പോര് ഇടുക്കിയും പിന്നിട്ട് മലപ്പുറത്തെത്തിയിട്ടും ക്ഷീണം SFIക്ക്. തുടക്കത്തിൽ കുട്ടി സഖാക്കൾ ഗവർണർ പോരല്ല നടന്നത്, യുദ്ധമായിരുന്നു. തടയുന്ന സഖാക്കളെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഓടിച്ചു. എന്നാൽ ഇപ്പോൾ ഗവർണറും നയം മാറ്റിയിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കുന്ന SFIയെ കൈവീശി കാണിച്ചാണ് ഗവർണർ മുൻപോട്ട് പോകുന്നത്. ഇത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് മുഖത്തടിയേറ്റതുപോലെയാണ്. ഇതോടെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. SFIയെ ഇറക്കി വിട്ടിരിക്കുന്നത് പിണറായി വിജയനാണെന്ന് ആരിഫ് ഖാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയും പിന്നിലുണ്ടെന്നാണ് ആരോപണം. ഇതിനോട് പിണറായിയും ഗോവിന്ദനും പ്രതികരിച്ചിട്ടില്ല. ഗവർണർ പോകുന്ന വഴിയിലെല്ലാം പ്രതിഷേധം നടത്തുക, കരിങ്കൊടി കാണിക്കുക, ഒരു പടി കൂടി കടന്ന് തെറിവിളി മുദ്രാവാക്യം വിളിക്കുക, ഇതാണ് SFI നടത്തുന്നത്. ഇതിനോട് പ്രതികരിക്കാൻ ആരിഫ് ഖാനും തയ്യാറല്ല. അവർ അവരുടെ സംസ്കാരം കാണിക്കുന്നുവെന്നാണ് ആകെ മറുപടി കൊടുത്തത്. ഗവർണർ സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാക്കിയത് SFI പ്രതിഷേധമാണ്. ഗവർണറെ സർവകലാശാലകളിൽ നിന്ന് ഓടിക്കുക എന്നതാണ് SFIയുടെയും CPMന്റെയും ആവശ്യം. എന്നാൽ സർവകലാശാലകളിൽ ചാൻസലറുടെ പദവി എന്താണെന്നും അധികാരം എന്താണെന്നും അക്കമിട്ട് നിരത്തിയിരുന്നു സുപ്രീം കോടതി. ഇതോടെ പിണറായിയുടെ പരിപ്പ് ആരിഫ് ഖാന്റെ അടുത്ത് വേഗില്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കിയാൽ CPMന്റെ അപ്രമാദിത്വം അവസാനിക്കും. CPMന്റെ കുംഭകോണം പുറത്തുവരും. ഇതാണ് ആരിഫ് ഖാനെ CPM ഭയക്കുന്നതിന് കാരണം. മാത്രമല്ല, ഗവർണർ തൊട്ടാൽ പൊള്ളുന്ന വിഷയം കൂടിയാണ്. മുൻ ഗവർണർ സദാശിവത്തെ പോലെ പിണറായിയുടെ റബ്ബർ സ്റ്റാമ്പായി ആരിഫ് ഖാൻ നിൽക്കുന്നില്ല. എങ്ങനെയും ഗവർണറെ വരച്ച വരയിൽ നിർത്താനാണ് CPM നോക്കുന്നത്. അതിനാണ് SFIയെ ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷെ അതും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇതിനിടെ SFIക്ക് കോടതിയിൽ നിന്നൊരു പണി കിട്ടിയിട്ടുണ്ട്, നല്ല മുട്ടൻ പണി. മലയാള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ SFI എതിരില്ലാതെ ജയിച്ചത് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. SFI സ്ഥാനാർത്ഥികളായ ഫൈസൽ, അൻസീറ അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഉടനെ അധികൃതർ SFI സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 9 ജനറൽ സീറ്റിലും 11 അസോസിയേഷൻ സീറ്റിലും സെനറ്റിലുമാണ് SFI എതിരില്ലാതെ വിജയിച്ചത്. ഈ വിജയം ചോദ്യം ചെയ്താണ് SFI പ്രവർത്തകർ കോടതിയെ സമീപിച്ചത്. ഹർജി നൽകിയ ഫൈസൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് തള്ളുകയായിരുന്നു. മറ്റുള്ള ഹർജിക്കാർ വിവിധ സ്ഥാനങ്ങളിലേക്ക് പത്രിക സമർപ്പിക്കാൻ എത്തിയെങ്കിലും ടോക്കൺ നിഷേധിച്ചതോടെ ഇവർക്ക് പത്രിക നൽകാനായില്ല. എന്നാൽ പത്രിക തള്ളിയതിനും ടോക്കൺ നിരസിച്ചതിനുമുള്ള കാരണങ്ങൾ അധികൃതർ വ്യക്തമാക്കില്ല. ഇതോടെയാണ് ഇവർ കോടതിയെ സമീപിച്ചത്. പത്രിക തള്ളിയതിനും സ്വീകരിക്കാതിരിക്കുന്നതിനും വ്യക്തമായ കാരണം പറയാത്തതിന് നിലനിൽപ്പില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഗവർണറോടുള്ള പോര് കടുപ്പിക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഇതിന് CPMന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. MV ഗോവിന്ദൻ SFIക്കാരെ ഇളക്കി വിട്ടിരിക്കുകയാണ് ഗവർണർക്ക് നേരെ. എന്നാൽ 1 ഇഞ്ച് പിന്നോട്ടേക്കില്ലാതെ ഗവർണറും നിൽക്കുകയാണ്.